അതേസമയം ഇവിടെ ഇത് തന്ത്രവിദ്യാപീഠം അങ്ങനെയുള്ള സ്ഥലമാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അവിടെ എന്നെ സ്വീകരിച്ചു കൊണ്ടുപോയി എന്നെ ഒരു മാനേജർ റൂമിൽ ഇരുത്തി. അപ്പൊ റൂമിൽ ഉള്ള മാനേജർ എന്നോട് ഇങ്ങനെ പരിചയപ്പെട്ടപ്പോൾ എന്നോട് ഇങ്ങനെ ഇതുപോലെ ചോദിച്ചു, എവിടെ നിന്നാണ്, എന്താണ് നിങ്ങളുടെ നിങ്ങൾ ഏത് സംഘടനാ പ്രവർത്തകനാണ് എന്ന് ചോദിച്ചു. കാരണം അയാള് മലബാറിലുള്ള ഒരാളായതുകൊണ്ടാണ് ആ ചോദ്യം അങ്ങനെ വരാൻ കാരണം. അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞു, ഞാൻ ഇന്ന സംഘടനയിലൊക്കെ പെട്ട ആളാണ് എന്നൊക്കെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് പറയാണ്, നിങ്ങൾ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ആളാണല്ലേ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ, ഞാൻ കണ്ണിയത്ത് ഉസ്താദിന്റെ സമസ്തയുടെ തന്നെ പ്രവർത്തകനാണ് എന്ന് സൂചിപ്പിക്കാൻ. അപ്പൊ എന്നോട് ഇദ്ദേഹം അപ്പോഴേ പറഞ്ഞൊരു കാര്യം, ഞാൻ കണ്ണിയത്തിന്റെ നാട്ടുകാരനാണ്, അതായത് ഞാൻ വാഴക്കാടുള്ള ആളാണ്. വാഴക്കാട്ടുള്ള ആളാണ് എന്ന് പറയുക മാത്രമല്ല, ഇദ്ദേഹം പറയാണ്, അദ്ദേഹം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാര് വരുമ്പോഴൊക്കെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഈ നടവരമ്പിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ആലോചിക്കാറുണ്ട് അദ്ദേഹത്തെ തടയാൻ. അതായത് അദ്ദേഹം പോകുന്ന അതേപോലെ തന്നെ തിരിച്ചങ്ങോട്ട് പോകാൻ. പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് മാറിപ്പോകും. എന്തോ ഒരു അത്ഭുതകരമായ വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട്. നമ്മൾ അങ്ങ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആദരിച്ചു പോകുന്ന ഒരു അത്ഭുതകരമായ വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്നത് ഞാൻ ഈ പറയപ്പെട്ട സാഹചര്യത്തിലുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി ഹൈന്ദവ ഫാസിസ്റ്റ് മനോഭാവം നിലനിർത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ മാനേജർക്ക് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബഹുമാനം തോന്നാൻ കാരണം? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ സംഘടനയുടെ അപ്പോസ്തലനായിട്ടാണോ? ആണോ? ഏതെങ്കിലും തരത്തിൽ കയ്യിൽ ബോംബ് കൈ വെച്ച് നടന്ന ഒരാളായതുകൊണ്ടാണോ? അല്ല. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അള്ളാഹുവിനെ ബഹുമാനിച്ചാൽ, അള്ളാഹുവിനെ പേടിച്ചാൽ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആ ഇഷ്ടദാസനെ മറ്റുള്ളവരാൽ അള്ളാഹു എന്തു ചെയ്യും? ആദരിപ്പിക്കും. അതായിരുന്നു കഴിഞ്ഞകാല മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വദ്കുറൂ ഇദ് അൻതും ഖലീലുൻ മുസ്തദഅഫൂന ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ ദുർബലരായിരുന്നു എന്ന് മാത്രമല്ല, കഅബത്ത് ഷരീഫയുടെ ഭിത്തിയിൽ ചാരി നിന്നിട്ട് അങ്ങൊന്ന് ദുആ ചെയ്യുമോ നബിയെ എന്ന് ചോദിച്ച കാലമുണ്ട്. അഫലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സഹായം ചോദിക്കുമോ നബിയെ? അഫലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, ഒന്ന് ദുആ ചെയ്താൽ, വേറൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള യാതൊരു ശേഷിയില്ല. പക്ഷെ അങ്ങ് ദുആ ചെയ്താൽ, ഉടമസ്ഥനായ തമ്പുരാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന മറ്റെന്തെങ്കിലും തീരുമാനമോ വന്നാലോ, അഫലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, ഒന്ന് ദുആർക്കോ. അങ്ങനെ പറഞ്ഞ കാലം. അപ്പോഴാണ് പുണ്യനബി പറഞ്ഞത്, ലയുത്തിമ്മന്നല്ലാഹു ഹാദൽ അംറ, അല്ലാഹു ഈ മതം പൂർത്തീകരിക്കും. ഈ മതം പൂർത്തീകരിച്ചാൽ അങ്ങ് സൻആയിൽ നിന്നൊരു പെൺകുടിക്ക് ആരെയും ഭയക്കാതെ നിർഭീരയായി അവൾക്ക് പരിശുദ്ധ മക്കത്തു ശരീഫയിൽ വരാൻ സാധ്യമാകുന്ന ഒരു സമാധാനകാലം, ഒരു സുരക്ഷിതകാലം, ഒരു സാമൂഹിക സുരക്ഷിതത്വത്തിന്റെ കാലം വരാനിരിക്കുന്നു എന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അത്തരമൊരു കാലത്തെ അള്ളാഹു ഓർമ്മപ്പെടുത്താൻ, നിങ്ങൾ അത്ര ദുർബലരായി, നിങ്ങളുടെ കയ്യിലെ ആകെ 3 or 4 വാൾ കയ്യിൽ പിടിച്ചിട്ട് നടന്ന യുദ്ധം ഉൾപ്പെടെയുള്ള ഒരുപാട് കാലഘട്ടങ്ങളുടെ ഏറ്റവും വലിയ ദുർബലമായ ഒരു കാലത്തിന്റെ ചിത്രത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്താൻ, തഖാഫൂന യതഖത്തഫകുമുന്നാസ്, ജനങ്ങൾ നിങ്ങളെ അങ്ങ് പറിച്ചു കൊണ്ടുപോകുമോ എന്ന് ഭയന്നു, നിങ്ങളെ അവർ പിടിച്ച് പറിച്ചെടുക്കുമോ എന്ന് ഭയന്നിരുന്നു. അത്രയേറെ ആ തരത്തിൽ നിങ്ങൾ ദുർബലരായിരുന്നു. പക്ഷേ ഫആവാക്കും, അല്ലാഹു നിങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു അഭയം തന്നു. വഅയ്യദകും ബിനസ്രിഹി, അവന്റെ പ്രത്യേകമായ സഹായം കൊണ്ട് അല്ലാഹു നിങ്ങളെ ശക്തിപ്പെടുത്തി, നിങ്ങളെ ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിച്ചു. 100 കൊല്ലം കഴിയുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും വലിയ, ഏറ്റവും വിശാലമായ, പ്രവിശാലമായ ഒരു സാമ്രാജ്യം അത് മുസ്ലിങ്ങളുടെ കൈകളിലിരുന്നു. മുസ്ലിങ്ങൾ അത് മുഴുവനും ഭരിച്ചു. ഖിലാഫത്തിന്റെ ശേഷമുള്ള കാലവും വിശാലതകൾ നിരന്തരം വിശാലമായിക്കൊണ്ടേയിരുന്ന ഒരു കാലം. അത് കേവലം അതിർത്തികളുടെ മാത്രം വികാസമായിരുന്നില്ല, മറിച്ച് ജ്ഞാനത്തിന്റെ വികാസം, സംസ്കൃതിയുടെ വികാസം ഈ അർത്ഥത്തിൽ ലോകത്തിന് നൽകപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ യൂറോപ്പിന് വെളിച്ചം നൽകിയതാരാണ്? മുസ്ലിങ്ങളാണ്.
നിങ്ങൾ പഴയ കാലത്ത് ഇങ്ങനെ തന്നെ പറഞ്ഞിരുന്നു, സ്റ്റഡി അറബ് ദെൻ സ്റ്റഡി സയൻസ്. നിങ്ങൾ എന്ത് പഠിക്കണം? അറബി പഠിക്കണം, എന്നാലേ എന്ത് കിട്ടുള്ളൂ? ശാസ്ത്രം ലഭ്യമാകൂ എന്ന് പറഞ്ഞ കാലമുണ്ട്. ഇന്നിപ്പോ സ്റ്റഡി ഇംഗ്ലീഷ് ദെൻ സ്റ്റഡി സയൻസ്, അല്ലെ? ഇംഗ്ലീഷ് പഠിക്കാതെ ഇന്ന് നമുക്ക് സയൻസ് പഠിക്കാനേ കഴിയുന്നില്ല. പക്ഷേ സയൻസിന്റെ മുഴുവൻ കുത്തകയും ഒരു കാലത്ത് ആരുടെ കയ്യിലായിരുന്നു? മുസ്ലിങ്ങളുടെ. എന്തുകൊണ്ടാണ് അവർ ഈ ഗ്രന്ഥം കയ്യിലെന്തുകയും ഈ ഗ്രന്ഥത്തിന്റെ കൂടെ നടക്കുകയും ചെയ്തു? ഓരോ സമയത്തും അള്ളാഹുവിന്റെ ആഹ്വാനങ്ങൾ നിരന്തരം പഠിക്കണം, അന്വേഷിക്കണം എന്ന് തന്നെ, അല്ലേ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുത്തിഹത്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. എങ്ങനെ ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടത്? ഒട്ടകത്തിന്റെ ബയോളജിക്കൽ ഫാക്ടർ എന്താ? ഒട്ടകത്തിന്റെ ജൈവഘടന? ഒട്ടകമെന്ന് പറയുന്ന ഈ മരുക്കാട്ടിലെ കപ്പൽ ഒരു മാസക്കാലം മുഴുവനും വെള്ളം കുടിക്കാനാവാത്ത ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിനെങ്ങനെയാ അതിന്റെ ജീവജലം നിലനിൽക്കാൻ ആവശ്യമാകുന്ന വിധം കൊടുക്കപ്പെടുന്നത്? അതിന്റെ പൂഞ്ഞക്കെട്ടിലെ കൊഴുപ്പ് പിന്നെ രാസമാറ്റങ്ങൾക്ക് വിധേയമാവുകയും അതുവഴിയുണ്ടാകുന്ന വിഘടന പ്രകാരം അതിന്റെ ശരീര സംരക്ഷണത്തിന് അതിന്റെ ജീവസംരക്ഷണത്തിന് ആവശ്യമാകുന്ന വിധത്തിലുള്ള വെള്ളം അതിന്റെ ശരീരത്തിൽ തന്നെ സ്വയം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് വരുമ്പോ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് എന്നാലോചിച്ച് നോക്കിയേ. ആരാ ഇത് പറയണത്? അക്ഷരം പോലും പഠിക്കാത്ത മുഹമ്മദ് നബിയുടെ നാവിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോക്കൂ, അങ്ങനെ ഒരു ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ എന്നത് മതവുമായി ബന്ധപ്പെടുത്തി മതത്തെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചേ പറ്റൂ എന്ന് വരുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റി. ആ കഥ പറയുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ ഇമാം ഷഹറാബി തങ്ങൾ പറയുന്നുണ്ട്, ഒരു കാലത്ത് അറബികൾ ഉണ്ടാക്കിയ ഒരു ഘടികാരം, ഒരു ക്ലോക്ക് കൊണ്ടുപോയി മധ്യേഷ്യൻ ഭൂവിഭാഗത്തിലെ ഏതോ ഒരു രാജ്യത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോ അത് കണ്ടിട്ട്, അതായത് അതിങ്ങനെ അനങ്ങുന്നത് വെള്ളത്തിന്റെ സഹായത്താലാണ്, പക്ഷെ അത് എങ്ങനെയാണ് അതിന്റെ സിസ്റ്റം എന്നറിയാത്ത ആളുകൾ ജിന്നു വരുന്നു എന്ന് പേടിച്ചിരുന്നു എന്നാണ്. ഏതോ ഒരു ഭൂതമായിരിക്കും അതിന്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് എന്തായിരുന്നു പേടിച്ചിരുന്നു എന്നാണ്. അതേസമയം പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം മുസ്ലിം ലോകത്ത് റേഡിയോ വന്നപ്പോ അതിനകത്തിരിക്കുന്നത് ശൈത്താനാണെന്ന് ആര് പറയാൻ തുടങ്ങി? മുസ്ലിങ്ങൾ. അല്ല, അതിന്റെ ആ ദുരന്തത്തിന്റെ കഥ നിങ്ങൾ ആലോചിച്ചൊക്കെ. അതായത് ഘടികാരം ഒരു കാലത്ത് അങ്ങോട്ട് കൊടുക്കുമ്പോ അവിടെ ഇത് ഭൂതം പ്രവർത്തിക്കുന്നതാണ്, അതുകൊണ്ട് അടുത്തു പോകാൻ പാടില്ല എന്ന് പേടിച്ചിരുന്ന ജനത അവർ പിന്നീട് തിരിച്ചിങ്ങോട്ട് ആർക്കെന്ത് കൊടുക്കുന്നു? റേഡിയോ കൊടുക്കുമ്പോ ആ റേഡിയോയുടെ ഉള്ളിലിരുന്ന് വർക്ക് ചെയ്യുന്നത് അത് ശൈത്താനായിരിക്കും. അതിൽ എന്താ അതെങ്ങനെ പിന്നെ ഒരാളില്ലാതെ എങ്ങനെ മിണ്ടണേ എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ മാറുന്നു എന്ന് പറയുന്ന രണ്ട് കാലങ്ങളുടെ താരതമ്യം നടത്തുന്നത് ഇമാം ഷഹറാബി. രണ്ട് കാലങ്ങളുടെ തിരിച്ചു പോകണം. നമ്മൾ എങ്ങോട്ട് തിരിച്ചു പോകണം? പഴയതിലേക്ക് തിരിച്ചു പോകണം. എന്നിട്ട് അവിടെ നിന്ന് ഊർജ്ജം ആർജിക്കണം. ആ ഊർജ്ജം എന്തിനുള്ളതാകണം? പുതിയ ലോകം കെട്ടിപ്പടുക്കാനുള്ളതാകണം. ഏത് ലോകം? ഈ പാശ്ചാത്യ ലോകം തന്നിട്ടുള്ളത് മുഴുവനും വിഴുങ്ങാൻ വേണ്ടി പഠിക്കപ്പെട്ടവന്റെ ലോകമല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ ഊർജ്ജത്തിൽ നിന്നുകൊണ്ട് ഒരു കാലത്ത് കെട്ടിപ്പടുക്കപ്പെട്ടതുപോലെ ലോകത്തെ ഏത് വിജ്ഞാനങ്ങളെയും സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമാകുന്നവന്റെ ഊർജ്ജം അത് ഉണ്ടാക്കാൻ ഏത് വേണം? പരിശുദ്ധ ഖുർആൻ തന്നെ വേണം. അള്ളാഹു അതാണ് അള്ളാഹു നിങ്ങൾക്ക് അവന്റെ സഹായത്താൽ നിങ്ങളെ ശക്തിപ്പെടുത്തി നിങ്ങൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമ്പുഷ്ടമായ ആഹാരം വന്നു, സമ്പത്ത് വന്നു, നിങ്ങൾക്ക് ആവശ്യമായ എല്ലാം വന്നു. ലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ ശുക്ർ ചെയ്യാൻ വേണ്ടി, നിങ്ങൾ നന്ദി ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങൾ അങ്ങനെ അള്ളാഹുവിന്റെ ഈ പരിശുദ്ധമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന അവസ്ഥയിലേക്കെത്താൻ അള്ളാഹു ഇതൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒന്നുമാകാതിരുന്ന കാലത്ത് ദുർബലമായിരുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ഇടയിലേക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായത്താൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്, വലിയ വലിയ മഹാസാമ്രാജ്യങ്ങൾ പോലും നിങ്ങളുടെ കാൽക്കീഴിലേക്ക് വന്നുപെട്ടത് എത്രത്തോളം. പരിശുദ്ധ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോഴാണ് സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നാലെ സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന പ്രവാചകന്റെ ശത്രു കൂടുന്നത്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് അയാൾ അടുത്തു വരുമ്പോ അയാളുടെ ഒട്ടകത്തിന്റെ കാലിങ്ങനെ പൂണ്ടുപോകും. അങ്ങനെ പലതവണയായപ്പോ അള്ളാഹുവിന്റെ റസൂൽ അയാളെ രക്ഷപ്പെടുത്തിയിട്ട് ചോദിച്ച ചോദ്യം ഇതാണ്, സുറാഖ എന്തിനു മെനക്കെടുന്നു ഈ പണിക്ക് വേണ്ടി?
ഞാനൊരു കാര്യം പറയാം സുറാഖ, ഒരു കാലത്ത് പേർഷ്യൻ സാമ്രാജ്യത്വത്തിന്റെ ചക്രവർത്തിയുടെ, അതായത് ആ കാലഘട്ടത്തിന്റെ ചക്രവർത്തിയുടെ കൈകളിലെ വളകൾ, സ്വർണവളകൾ നിന്റെ കയ്യിലിടപ്പെടുന്ന കാലം വന്നാൽ എന്തു തോന്നുന്നു? ആ ചോദ്യം ആരാ ചോദിക്കുന്നത്? നാട്ടിൽ നിന്ന് ഓടുന്ന ഒരു മനുഷ്യൻ. ആരോടാ ചോദിക്കുന്നത്? പേർഷ്യ എന്ന് പറയുന്ന ഒരു മഹാസാമ്രാജ്യത്തിന്റെ വലിപ്പം പോലും ആലോചിക്കാൻ കഴിയാത്ത മറ്റൊരു മനുഷ്യനോട്. നിന്റെ മുമ്പിൽ കിസ്രയുടെ കൈവളകൾ നിന്റെ കൈകളിൽ ധരിക്കപ്പെടുന്ന ഒരു കാലം വന്നാൽ അതിനു മാത്രം വലിയ കാലമൊന്നും പോണ്ടി വന്നില്ല. അതായത് പുണ്യനബിയുടെ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഭരിക്കുന്ന കാലത്ത്, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് പേർഷ്യ കീഴടങ്ങുകയും പേർഷ്യയുടെ ചക്രവർത്തിയുടെ കൈവളകൾ മദീനയിലേക്ക് ഹാജരാക്കപ്പെടുകയും ചെയ്തപ്പോ അവിടെ വച്ച് മുസ്ലിങ്ങളുടെ ഗനീമത്ത് മുതലുകൾ മുഴുവനും വിതരണം ചെയ്തുകൊണ്ടിരിക്കെ മഹാനായ സുറാഖത്ത് ബിൻ മാലിക് ചെന്നു. എന്നിട്ട് ഖലീഫയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനൊരവസരത്തിൽ പുണ്യനബി എന്നോട് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞു, ഞാനെന്ന് ശത്രുപാളയത്തിലാണ്. അങ്ങനെ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് പുണ്യനബിയെ പിടിക്കാൻ വേണ്ടി നബി തിരുമേനിയെ പിടിച്ചുകൊടുത്തതിന്റെ ഇനാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ നബി അങ്ങനെ പറയുകയും ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു. ഇന്ന് ഞാനത് ആലോചിക്കാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ കാര്യം ഇന്ന് സംഭവിച്ചിരിക്കുന്നു. കിസ്രയുടെ കൈവളകളിതാ ഖലീഫ ഉമറിന്റെ കയ്യിലിരിക്കുന്നു റളിയല്ലാഹു അൻഹു. സ്വർണ്ണാണത്, ശരിക്കും സ്വർണം, രത്നമുദ്രിത സ്വർണ്ണവളകളാണ്. ആ സ്വർണ്ണവളകൾ മഹാനായ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കയ്യിൽ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഇട്ടുകൊടുത്തു. പുരുഷന്മാർക്ക് സ്വർണ്ണം ഇടാൻ പറ്റുമെന്ന് ചോദ്യം വരാം അല്ലേ? ഇവിടെ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയൊക്കെ തുഹ്ഫയിൽ ഈ ഒരൊറ്റ സംഭവത്തെ മാത്രം പിന്നെ ഒരു എക്സെപ്ഷണൽ കേസായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ഒറ്റ കാരണത്താൽ, റസൂല് പറഞ്ഞ ഒറ്റ കാരണത്താൽ സുറാഖത്ത് ബിൻ മാലിക്കിന് അത് ഹലാലാണ്, ഹറാമല്ല. എന്താ കാര്യം? സുറാഖ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പോകുമ്പോ, നബിയുടെ പിന്നാലെ പോകുമ്പോ സുറാഖയോട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഈ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ, നിങ്ങൾ ആലോചിച്ചൊക്കെ ഇപ്പോ പിന്നെ ഒബാമയുടെ കസേരയിൽ നിനക്ക് ഇരിക്കാൻ പറ്റുമെന്ന് നമ്മളോട് ആരും പറഞ്ഞു, അന്ന് പോച്ചങ്ങാരി എന്ന് പറയില്ലേ അല്ലെ? അമേരിക്കയുടെ മുഴുവൻ സമ്പത്തും നിങ്ങളുടെ കയ്യിൽ വരുന്ന കാലം വരും എന്നൊരാൾ പറയാണ്. എവിടെന്നാ പറയണത്? യാതൊരു ശേഷിയില്ലാത്തൊരു മനുഷ്യൻ. നോക്കൂ നിങ്ങൾ, സ്വന്തം നാട്ടിൽ പായിക്കപ്പെടുന്ന ഒരാൾ, അവനവന്റെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വരുന്ന ഒരാൾ, ആ മനുഷ്യൻ നിന്ന് പറയാണ്, സുറാഖ, നിന്റെ കൈകളിൽ പേർഷ്യയുടെ ചക്രവർത്തിയുടെ കൈവളകൾ വരുന്നൊരു കാലം വരും, നീ അത് ധരിക്കും. സുറാഖ പക്ഷെ അന്തിച്ചു പോയി. എന്താ കാരണം അറിയാം? മുഹമ്മദ് നബിയെ പറയണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സംഗതി എന്തൊക്കെ പറഞ്ഞാലും ഇയാൾ പറഞ്ഞാൽ ശരിയാവും. അങ്ങനെ ഒരു സംഭവം ആർക്കുണ്ട്? അബൂജഹൽ തന്റെ മകനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ അവസാനം അത്രയേറെ പീഡനങ്ങൾ സഹിക്കാനാവാതെ വന്നപ്പോൾ പുണ്യനബി പറഞ്ഞു, അല്ലാഹുവേ, ഇവനെ നീ നിന്റെ ഏതെങ്കിലും ഒരു സിംഹത്തെ കൊണ്ട് പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അബൂജഹൽ പിന്നെ എന്ത് ചെയ്തെന്ന് പറയാം? മകനെ സിറിയയിലേക്ക് കച്ചവടാർത്ഥം പോകുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ ഉള്ളിലെ അദ്ദേഹത്തെ കെടുത്താറുള്ളൂ. അദ്ദേഹത്തെ അത്രവേൽ സംരക്ഷിച്ചു. പക്ഷെ ആ യാത്രയിൽ വെച്ച് തന്നെ മണത്തു വന്ന സിംഹം ഈ അബൂജഹലിന്റെ പുത്രനെ കൊണ്ടുപോയി. റസൂൽ പറഞ്ഞാൽ മുഹമ്മദ് പറഞ്ഞതല്ലേ, അത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരും പറയുന്നു? അബൂജഹലും. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് പറഞ്ഞതല്ലേ, അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ എന്ന് ആര് പറയുന്നു? ശത്രുനിരകളിലെ ഏറ്റവും പ്രമാണിയായ, അതായത് ക്ഷേത്രപൂജാരിയും അഷ്റഫുൽ ഖൽഖിന്റെ പിതൃവ്യനും കൂടിയായിരുന്നു. എന്നാലും അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ട് അവസാനം പരിശുദ്ധ ഖുർആൻ ശത്രുനിരകളിൽ നിന്ന് പ്രമാണിയായ ഇയാളെ മാത്രം പറയുന്നു. എവിടെ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ذات ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ നസദ്. ഓക്കേ, ശത്രുക്കളിലെ പ്രമാണിയാണ് ഇയാൾ അബൂ ലഹബ്. ലഹബ് എന്ന് പറയാൻ തന്നെ കാരണം അതാണ്, അഗ്നിനാളങ്ങളുടെ കൂട്ടുകാരൻ, അതിന്റെ പിതാവ്. അതായത് നാളെ നരകാഗ്നി ഉറപ്പാക്കപ്പെട്ട ഒരാളാണ് ആര്? തബ്ബത് യദാ അബീ ലഹബ്. തബ്ബല്ലക യാ മുഹമ്മദ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ പ്രബോധനം തുടങ്ങുമ്പോൾ ഇവരെ എല്ലാവരെയും വിളിച്ചു പറയുമ്പോ അബൂജഹൽ തിരിച്ചു പറഞ്ഞു തബ്ബല്ലക്,
നിനക്ക് നാശം. അപ്പോ വന്നതാണ് തബ്ബത് യദാ അബീ ലഹബിൻ, അബൂലഹബിന്റെ 2 കൈക്കും നാശം. 2 കൈക്ക് മാത്രം നാശം ഉണ്ടാവലല്ല, അയാൾക്ക് നാശം. അത് ഖുർആന്റെ ഒരു ശൈലിയാണ്. ഒരവയവത്തെ പറയുന്നത് വഴി സകലതിനെയും പറയുക എന്നൊരു ശൈലിയാണ്. അത് അറബിയിൽ മിക്കവാറും കാണാവുന്ന ഒരു ശൈലി കൂടിയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവന്റെ ജോലിയോ അവന്റെ സമ്പത്തോ യാതൊരു പ്രയോജനവും ചെയ്യൂല. അവന്റെ പെണ്ണ് അഷ്റഫുൽ ഖൽഖിന്റെ പരിശുദ്ധമായ പാതയോരങ്ങളിൽ മുഴുവനും വൃത്തികെട്ടത് മുഴുവൻ കൊണ്ടിടുകയും മുള്ളുകൾ വാരി വിതറുകയും ചെയ്ത ഈ പ്രബോധന ദൗത്യത്തെ തടയാൻ ശ്രമിച്ച പെണ്ണ്, മുള്ളുവാരി എറിയുന്ന പെണ്ണ്, വിറക് കെട്ടുകൾ വഹിക്കുന്ന പെണ്ണ്, അവളോടൊപ്പം നാളെ അവർ നരകത്തിലാകുന്നു എന്നാണ്. നരകാഗ്നിയുടെ കൂട്ടുകാരനായി മാറുന്നതിനെ കുറിച്ചാണ് അബൂലഹബിനെ കുറിച്ച് പറയുന്നത്. ഞാൻ പറയുന്നത് അത്രയേറെ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുവായിരുന്ന അബൂലഹബിന് പോലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരർത്ഥത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. എങ്ങനെ? മുഹമ്മദ് പറഞ്ഞാൽ അത് സത്യവും. ഇവിടെയും അതാണ് സംഭവിച്ചത്. അതായത് സുറാഖത്ത് ബിൻ മാലിക് അത് വിശ്വസിച്ചു. സുറാഖത്ത് പിന്നെ മുസ്ലിമായി. സുറാഖത്ത് അവസാനം ഖിലാഫത്ത് ഉമറിന്റെ കാലത്ത്, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഖിലാഫത്തിന്റെ കാലത്ത് ഈ പേർഷ്യ തങ്ങളുടെ കീഴിലായി വന്നപ്പോ ആ സ്വർണവളകൾ കയ്യിലെന്താൻ വേണ്ടി ഓടി വന്നു. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തം അന്ന് പറഞ്ഞത് ഇന്ന് സ്ഥാപിതമാകുന്നു. ആ വളകൾ സയ്യിദുനാ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഇട്ടുകൊടുക്കുന്നു. വഅയ്യദകും ബിനസ്രിഹി വറസഖകും മിനത് തയ്യിബാതി, ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ നൽകപ്പെട്ട കാലം. ലഅല്ലകും തഷ്കുറൂൻ, ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മാംസം കഴിച്ചിട്ട് ബിലാൽ തന്റെ ചിറി, അതായത് തന്റെ ചുണ്ട് തുടക്കുമ്പോ ബിലാൽ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട്, എന്ത് സുലഭമായ ഭക്ഷണ സൗകര്യങ്ങളാണ് ഇന്നുള്ളത്. നാം ഇന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നു, മാംസം ഇടക്കിടക്ക് കഴിക്കാൻ നമുക്ക് സാധിക്കുന്നു. പക്ഷേ ഹബീബ് ഇതൊന്നും കഴിച്ചിരുന്നില്ല. വല്ലപ്പോഴും കിട്ടിയിരുന്ന മാംസഭക്ഷണമായിരുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. എത്രത്തോളം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാറുള്ളത്, അവിടുത്തെ അടുപ്പ്, അതായത് ആയിഷയുടെ അടുപ്പ് 2 കാര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് പിന്നെ സവാദൈനി എന്നാണ് പറയാ, ഒന്ന് പച്ചവെള്ളം, മറ്റൊന്ന് കറുത്ത കാരക്ക. പച്ചവെള്ളത്തിന് എന്തിനാ ഈ കറുപ്പ് എന്ന് പറയണെന്ന് ചോദിച്ചാൽ, ഈ തോലിന്റെ ഇതില്ലേ, പിന്നെ തോലിന്റെ പാത്രം, തോൽപാത്രത്തിൽ ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്തിരിക്കും? കറുത്തിരിക്കും. ആ തോൽപാത്രത്തിലുള്ള വെള്ളവും അതുപോലെ കാരക്കയും മാത്രമായി അടുപ്പ് പുകയാത്ത പുണ്യനബിയുടെ പരിശുദ്ധ അടുക്കള സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറയുന്നു, ഇത്ര സുഖകരമായ ഭക്ഷണങ്ങൾ സുലഭമാം ലഭ്യമാകുന്ന വിധം അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ലഭ്യമായിരുന്നില്ല. നബി തിരുമേനിയില്ലാത്ത ഓർമ്മകൾ എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നു എന്ന് ബിലാൽ. ഇന്നിപ്പോ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കാൻ വയ്യ അല്ലെ ആ അവസ്ഥയിൽ. അള്ളാഹു അവന്റെ ഹബീബിനോടൊപ്പം നമ്മളെ എങ്ങനെ ചേർക്കുക? അള്ളാഹു അവിടെ എത്തിക്കട്ടെ. ഹബീബിന്റെ ഒപ്പം, ഏത് പട്ടിണി സൗന്ദര്യമാക്കിയിരുന്ന മുഹമ്മദ് നബിയോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശപ്പ് എന്ന് കേട്ടാ പേടിക്കുന്ന നമ്മളെ ചേർക്കണേ എന്ന് പറയാൻ നമ്മുടെ യോഗ്യത എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം. ഫാത്തിമ ബീവിയെ ഒരിക്കൽ റസൂലുള്ളാഹി കാണാൻ ചെല്ലുന്നുണ്ട്. സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മറ്റൊരു സ്വഹാബിയുമുണ്ട്. ഒരു സ്വഹാബി കൂടുതലുള്ളതുകൊണ്ടാകണം ഫാത്തിമ ബീവി വാതിൽ തുറക്കാതെ ഉപ്പാനോട് പറയുന്നുണ്ട്, ഉപ്പ വസ്ത്രം കുറവാണ്, അതുകൊണ്ട് ഉപ്പാടെ ഉത്തരീയവും കൂടി ഇങ്ങോട്ട് ഇട്ട് തന്നാൽ എനിക്ക് എന്റെ വസ്ത്രം മുഴുവനും മറച്ചിട്ട് പിന്നെ ഉപ്പാനെ ഇങ്ങോട്ട് ക്ഷണിക്കാമായിരുന്നു. അങ്ങനെ വാപ്പ മോക്ക്, അതായത് മദീനയുടെ ഭരണാധികാരിയെ മകൾക്ക് ഇങ്ങനെ തന്റെ ഉത്തരീയം എടുത്തിട്ട്, അതായത് പിന്നെ മുകളിൽ ഇടുന്ന ഉത്തരീയം എടുത്ത് പുണ്യനബി വാതിലിന്റെ ഉള്ളിലൂടെ അങ്ങ് എറിഞ്ഞു കൊടുത്തു. ലോകം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യന്റെ പുത്രി, 2 മഹാസാമ്രാജ്യങ്ങൾ കാൽക്കീഴിലാക്കപ്പെട്ട ഒരു മഹാമനുഷ്യന്റെ പുത്രി, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി. നബി തിരുമേനി അത് ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പുത്രി ശരീരം മറച്ചു. അള്ളാഹുവിന്റെ റസൂൽ അവിടെ ചെന്നു, മോളോട് ചോദിച്ചു, കൈഫ അസ്ബഹത്തി യാ ഫാത്തിമ, ഇന്ന് എങ്ങനെയുണ്ട്? ഹൗ ആർ യു എന്ന് ചോദിക്കൂലേ അല്ലേ? ഹൗ ആർ യു, അതന്നെ കൈഫ അസ്ബഹത്തി യാ ഫാത്തിമ, എന്താ മോളെ ഇന്നത്തെ പ്രഭാതം എങ്ങനെയുണ്ട്? ഫാത്തിമ പറഞ്ഞു, നല്ലത്, പക്ഷേ വാപ്പ 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് നല്ല വിശപ്പ്. റസൂൽ അങ്ങ് കരഞ്ഞുപോയി. ആരാ പറയണത്? സ്വന്തം മോളാണ്, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള, നബി ഏറെ സ്നേഹിച്ച, അഷ്റഫുൽ ഖൽഖ്
ഒരു യാത്ര കഴിഞ്ഞാൽ ചെന്നിട്ട് ഒരു ആശ്ലേഷണത്തിലൂടെ മാത്രമല്ലാതെ തന്റെ വീട്ടിലേക്ക് പോകാതിരുന്ന ഹബീബിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവൾ ഫാത്തിമ, അന്ത ഖിത്അത്തും മിൻ കബ്ദി, എന്റെ അന്തി ഖിത്അത്തും മിൻ കബ്ദി, എന്റെ കരളിന്റെ കഷ്ണാണ് മോളെ എന്ന് പറഞ്ഞ ആ പരിശുദ്ധ ഫാത്തിമ റളിയല്ലാഹു അൻഹ. നിങ്ങളൊക്കെ ആലോചിക്കണം, നമ്മുടെ സൗകര്യങ്ങളെക്കുറിച്ച് പിന്നെയും പിന്നെയും പരാതി പറയാൻ വാപ്പാടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒക്കെ ആലോചിക്കണം. ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടനായ പിതാവിന്റെ മുമ്പിൽ ഒരു മോള് പറയാണ്, ദിവസങ്ങളായി പട്ടിണിയാണ്, വിശന്നിട്ട് വയ്യ. അപ്പൊ വാപ്പ പറയാണ്, അതിനേക്കാളും 2-3 ദിവസം കൂടുതലാണ് ഞാനും ഭക്ഷണം കഴിച്ചിട്ടില്ല മോളെ, ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്ന് മുഹമ്മദ് നബി. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ, ഈ വിശപ്പിനൊക്കെ ഒരു പരിഹാരം ഞാൻ നിനക്ക് പറഞ്ഞിട്ട്, നീ സ്വർഗത്തില് സ്ത്രീകളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമാണിയായ പെണ്ണാവും, നീ സ്വർഗവനിതകളിലെ ഏറ്റവും ശ്രേഷ്ഠയായ സയ്യിദത്തായിരിക്കൂട്ടോ മോളെ, ഞാൻ ആ വാഗ്ദാനം നിനക്ക് തരുന്നു. ഭക്ഷണം തിരിച്ചു കൊടുക്കാനല്ല വാപ്പ നോക്കുന്നത്, എവിടെന്നെങ്കിലും ഭക്ഷണം കൊടുത്ത് വാപ്പ മോളെ സന്തോഷിപ്പിക്കല്ല ചെയ്യുന്നത്. മോളോട് പറയാൻ, ഈ ത്യാഗത്തിന് മുഴുവനും സ്വർഗത്തിൽ എന്റെ മോൾക്ക് സ്വർഗവനിതകളുടെ കൂട്ടത്തിൽ നീ സയ്യിദത്ത് എന്ന് പറയുന്ന പദവിയിലിരിക്കും എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂൽ. അത് മതിയായിരുന്നു ആ മോൾക്കും, അത് മതിയായിരുന്നു. ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ വയറൊട്ടി നിന്ന് പിതാവിനോട് പരാതി പറയുമ്പോഴും മകളോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ഏതാണ്? ഒന്നും കൊടുത്തിട്ടില്ല ആ മോൾക്ക്. പക്ഷേ മുഹമ്മദ് നബിയെ ഇത്രയേറെ സ്നേഹിച്ചല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? ചെളിവാരി എറിഞ്ഞപ്പോ ഓടിച്ചെന്നത് സയ്യിദത്തുനാ ഫാത്തിമയാണ്. ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചെറിയപ്പെട്ടപ്പോ ഓടിച്ചെന്നത് സയ്യിദത്തുനാ ഫാത്തിമയാണ്, അല്ലേ? വള്ളത്തോൾ തന്നെ പറയും പോലെ, ഒരൊട്ടകത്തിൻ കുടൽമാല അന്നാ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന പോതി തിരുവങ്കഴുത്തിൽ, ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനേ ലഭിച്ചുള്ളൂ നമുക്ക് ഭാഗ്യം. നാരായണമേനോൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തെ സുന്ദരമായി വരച്ചിടാൻ എന്നിട്ടാ ചോദിക്കുന്നത്, ആ മനുഷ്യൻ സത്യം പറഞ്ഞതിനല്ലേ നിങ്ങൾ ഇത്രമേൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത്? ആ മനുഷ്യന് നിങ്ങൾ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ സംഭാവന എന്താ? അന്നാ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന പോതി തിരുവങ്കഴുത്തിൽ. അള്ളാഹുവിന്റെ റസൂല് സുജൂദിൽ കിടക്കുമ്പോ ആര് ചെയ്യും മുഹമ്മദിന്റെ കഴുത്തിൽ കൊണ്ടുപോയി കുടൽമാല വലിച്ചെറിയാൻ ധൈര്യമുണ്ടവൻ ആരെന്ന് ചോദിക്കുമ്പോ അബൂജഹലിന്റെ കൽപ്പനപ്രകാരം പോയി അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് ചീഞ്ഞ കുടൽമാല ഇട്ടിട്ട് ഹബീബിനെ എഴുന്നേൽക്കാനാകാതെ പോയ സമയത്തെയാണ് വള്ളത്തോൾ ഇങ്ങനെ സൂചിപ്പിച്ചത്. അന്നാ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന പോതി തിരുവങ്കഴുത്തിൽ, ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനേ ലഭിച്ചുള്ളൂ നമുക്ക് ഭാഗ്യം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അഷ്റഫുൽ ഖൽഖിന്റെ ജന്മനാൾ കൂടിയാണ് വരുന്നത്, അല്ലേ? അവിടുത്തെ ഓർക്കുക, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പീഡന പർവ്വങ്ങൾ ജയിച്ച മുഹമ്മദ്, ദുഃഖസാഗരങ്ങൾ നീന്തിക്കയറിയ മുഹമ്മദ്, ഏറ്റവും കൂടുതൽ കിട്ടാമായിരുന്ന സൗകര്യങ്ങൾ മുഴുവനും മാറ്റിവെച്ച് ജീവിതത്തിന്റെ ഏറ്റവും ദുർഘടമായ വഴിയെ മാത്രം നടന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കീറിപ്പറിഞ്ഞ വസ്ത്രം കണ്ടപ്പോ, ശരീരത്തിൽ പതിഞ്ഞ കിടന്ന മെത്തയല്ല, കിടന്ന പായയുടെ, അതായത് ഈത്തപ്പന മട്ടലുകളുടെ പാട് കണ്ടപ്പോ ലോകത്തെ ഏറ്റവും ധീരന്മാരിൽ ഒരാൾ കൂടിയായ സയ്യിദുനാ ഫാറൂഖ് ഒരു പൂച്ചക്കുട്ടിയെ പോലെ കരഞ്ഞിട്ട് ചോദിച്ചല്ലോ, കിസ്രയും കൈസറും റോമയുടെയും പേർഷ്യയുടെയും ചക്രവർത്തിമാർ അള്ളാഹുവിന്റെ റസൂലെ അവർ സുഖകരമായ മെത്തയിൽ കിടന്നുറങ്ങുമ്പോ ലോകത്തിന്റെ തന്നെ നായക അങ്ങ് ഈ ഈത്തപ്പന മട്ടലുകൾ കൂട്ടിയിട്ടോടത്ത് കിടന്നുറങ്ങുമ്പോ അങ്ങയുടെ ശരീരത്തിലെ പാടുകൾ കണ്ടിട്ട് സഹിക്കാനാവുന്നില്ല. അപ്പോഴും അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഏ ഉമർ, അവർക്കൊക്കെ ദുനിയാവുണ്ട്, എനിക്ക് അള്ളാഹു ആഖിറം തന്നിട്ടുണ്ട് എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് എന്ത് തന്നു? എനിക്ക് ആഖിറം തന്നിട്ടുണ്ട്. ആഖിറം എന്ന് പറയുന്ന വലിപ്പത്തിലേക്ക് ജീവിതത്തെ മുഴുവനും ധരിച്ച മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതാണ് ആ പറയപ്പെടുന്ന ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ ജീവിച്ച ആളുകൾ എന്ന നിലയിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വലിപ്പങ്ങളൊക്കെ തന്നു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ എന്ത് ചെയ്യാൻ? നന്ദി ചെയ്യുന്നവരായി തീരാൻ വേണ്ടി നിങ്ങൾ ഈ പറയപ്പെടുന്ന കാലഘട്ടത്തെ ആലോചിക്കണം. അവിടെ നിന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വത്തിലൂടെ
ധീരമായ മഹാരഥന്മാരായ ഖലീഫമാരുടെയും അതിനുശേഷമുണ്ടായ ഇസ്ലാമിക സമൂഹത്തിലെ ഭരണാധികാരികളുടെയും നേതൃത്വത്തിൽ പ്രവിശാലമായ ഒരു ഇസ്ലാമിക സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിച്ചു. ഒരു വലിയ സാംസ്കാരിക സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിച്ചത്. അതിനെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ സൂചിപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനൂ അമാനാതികും വഅൻതും തഅലമൂൻ. ഇനി വേറൊരു കാര്യം, ഈ ആയത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ മറ്റൊന്നുകൂടി ഉണ്ട്. ഈ ആയത്ത് നേരെ കൊണ്ടുപോകുന്നത് മുഹാജിറുകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. കാരണം മുഹാജിറുകളാണ് ജീവിതത്തിലെ ഏറ്റവും ദൈന്യമായ അവസ്ഥയിൽ ജീവിച്ച ആളുകൾ. എല്ലാം ഇട്ടേച്ചു പോരേണ്ടി വന്നവർ ആരാണ്? മുഹാജിറുകളാണ്. എല്ലാം ഇട്ടേച്ചു പോന്നു. അവരുണ്ടാക്കിയ സമ്പത്തിന്റെ വലിയ സമ്പത്തുകളുടെ പോലും ഭണ്ഡാകാരങ്ങളെ ത്യജിച്ചിട്ടാണ് പരിശുദ്ധ മദീനയിലേക്ക് അഷ്റഫുൽ ഖൽഖിന്റെ വിളികെട്ട് വന്നത്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പോരുമ്പോ മിസ്അബിന്റെ പിന്നാലെ വന്ന ശത്രുക്കൾ അവസാനം നീ മദീനയിലേക്ക് പോകുമെന്ന് ഉറപ്പാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം, മക്കയിൽ നീ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവനും ഞങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് പോകണം എന്ന് പറയുമ്പോൾ ഒന്നും മടിക്കാതെ തന്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ പ്രവാചകന്റെ വെളിയാളം കേട്ടിട്ട് സമ്പത്ത് മുഴുവനും ത്യജിച്ചു പോയി സയ്യിദുന മിസ്അബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ എല്ലാം ഇട്ടേച്ചു പോയവർ അവരെ കുറിച്ചാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്. ഒരു കാലത്ത് രക്ഷയില്ലാതെ വന്നപ്പോ അബീസീനിയയിലേക്ക് മുഹമ്മദ് നബിയുടെ ആവശ്യപ്രകാരം നാട് വിട്ടുപോകേണ്ടി വന്നവർ, നജാശി രാജാവിന്റെ അടുക്കലേക്ക് പോകേണ്ടി വന്നവർ, അങ്ങനെ അഭയമില്ലാതെ ജീവിച്ചു പോയ ഒരു കാലഘട്ടത്തിന്റെ ചിത്രത്തിൽ നിന്നാണ് മദീന എന്ന് പറയുന്ന സുവ്യവസ്ഥാപിതമായ ഒരു നഗരത്തെ നിങ്ങൾക്കായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നത്. ഫആവാകും വനസറകും, നിങ്ങളെ അല്ലാഹു അയ്യദകും ബിനസ്രിഹി, അല്ലാഹുവിന്റെ സഹായത്താൽ നിങ്ങളെ അല്ലാഹു ശക്തിപ്പെടുത്തുകയും ചെയ്തത് ഇങ്ങനെയാണ്. നിങ്ങൾ നന്ദി ചെയ്യാൻ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനു അല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. സത്യവിശ്വാസികളെ, ലാ തഖൂനു അല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ചതി കാണിക്കരുത്. വതഖൂനു അമാനാതികും, നിങ്ങളുടെ അമാനത്തുകളോടും നിങ്ങൾ ചതി കാണിക്കരുത്. ഈ അമാനത്ത് ഖിയാനത്ത് രണ്ടും നിങ്ങൾ ശരിക്കും പഠിച്ചു നോക്കേണ്ട ഒന്നാണ്. അവസാന കാലം വരുമ്പോൾ ഖിയാനത്തെ കൂടുതൽ പരിചയം ഉണ്ടാവുള്ളൂ, അമാനത്ത് പരിചയം ഉണ്ടാവില്ല. ട്രസ്റ്റ് ഇത് രണ്ടും ഉണ്ടാവില്ല. മറിച്ച് എന്താ ഉണ്ടാവുക? ചീറ്റിംഗ്, സകലയിടത്തും ചതി. ഇത ഉത്തുമീന ഖാന. ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടാൽ പോലും അയാൾ എന്ത് ചെയ്യും? ചതിക്കും. അവസാന കാലത്തിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനമാണ് അമാനത്തില്ലാതെ പോവുകയും അവസാനം ഈ ഖിയാനത്ത് പടരുകയും ചെയ്യും. ഒരാൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്ന വസ്തു, അതിനാണ് അമാനത്ത് എന്ന് പറയുന്നത്. നമുക്ക് അള്ളാഹു ഏൽപ്പിച്ചു തന്നൊരു അമാനത്താണ്. മുഅ്മിനീങ്ങളെ നമ്മൾ ആലോചിക്കണം, അള്ളാഹു ഈ ഭൂമിയിൽ ആർക്കും കൊടുക്കാത്ത അമാനത്ത് മനുഷ്യൻ ഏറ്റെടുത്തു. ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അമാനത്താണ്. അള്ളാഹുവിനെ അംഗീകരിക്കാനും അനുസരിക്കാനും പറയപ്പെട്ട അമാനത്താണ്. നിങ്ങൾ എന്നെ റബ്ബായി അനുസരിക്കുമോ? അലസ്തു ബി റബ്ബിക്കും, നിങ്ങളുടെ തമ്പുരാനല്ലേ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ അതെ എന്ന് മറുപടി പറയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അമാനത്താണ്. ഇവിടെ ഈ ആയത്തിന് മറ്റൊരു പശ്ചാത്തലമുണ്ട്. മഹാനായ ഒരു സ്വഹാബി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തീരുമാനങ്ങൾക്കിടയിൽ ഒരു ചെറിയ ഒരു ആംഗ്യം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തിൽ ഒരു ചതി പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, ലാ തഖൂനു, നിങ്ങൾ ചതിക്കരുത്, അല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും അവന്റെ പ്രവാചകരെയും നിങ്ങൾ ചതിക്കരുത്. നിങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അതുപോലെ തന്നെ നബി തിരുമേനിയുടെ തീരുമാനങ്ങളെയും നിങ്ങൾ ഒരിക്കലും ചതിക്കരുത് എന്ന് പറയുന്നത് അവിടെയാണ്. അതായത് ബനൂ ഖുറൈലക്കാര് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ധിയെ പൊളിച്ചു. 2 ജൂത ഗോത്രക്കാരുണ്ടായിരുന്നു മദീനയിൽ. അവരോട് അള്ളാഹുവിന്റെ റസൂൽ ചെയ്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സന്ധി ഇതായിരുന്നു. അവരൊരു ഒരു കരാർ അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടാക്കി. ആ കരാർ ഇതാണ്: നമ്മൾ ഈ ഭരണകൂടം പുറത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിന് വിധേയമാകുമ്പോൾ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. എന്നാൽ നിങ്ങളുടെ മതപരമായ എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് തരും. ലോകത്ത് ഏറ്റവും ആദ്യത്തെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മൈനോറിറ്റിക്ക് നൽകപ്പെട്ട മതപരമായ സ്വാതന്ത്ര്യത്തിന്റെ ഒരു കരാർ ഏറ്റവും ആദ്യം നൽകപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന ചാർട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് മതപരമായ സ്വാതന്ത്ര്യം, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മതസ്വാതന്ത്ര്യം നൽകാൻ ഇന്നിപ്പോ നമ്മുടെ ഭരണഘടനയെ കുറിച്ചൊക്കെ പറയുമ്പോഴുള്ള അഭിമാനപൂർവ്വമുള്ള വർത്തമാനം നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടത് എവിടെയാണ്? മദീന ചാർട്ടറിനെ കുറിച്ചാണ്. മദീനയിൽ ജൂതന്മാർക്ക് ആവശ്യമായ മതസ്വാതന്ത്ര്യം നൽകപ്പെട്ടു.
ഒരു ജൂതനെയും ബലം പ്രയോഗിച്ച് ഇസ്ലാമികവൽക്കരിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഒറ്റ കരാറുണ്ടായിരുന്നു, മുസ്ലിങ്ങളുമായി അത്തരത്തിൽ ചതി പ്രവർത്തിക്കാത്ത വിധത്തിൽ നിലനിൽക്കണം. പക്ഷേ ബനു നദീർ ഗോത്രക്കാരും ബനു ഖുറൈല ഗോത്രക്കാരുമായ രണ്ട് വിഭാഗത്തിൽ നിന്ന് ചതി വന്നു. അങ്ങനെ ബനു ഖുറൈലക്കാരും ചതിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് സഹാബാക്കൾക്കിടയിൽ അഭിപ്രായം വന്നു. ജിബ്രീൽ വരെ വന്നു എന്ന് പറയുന്നുണ്ട്. ജിബ്രീൽ ഒരു കുതിരപ്പുറത്ത് വന്നു, ഞാൻ അവർക്കുമേൽ പിന്നെ അദാബ് അവതരിപ്പിക്കട്ടെ എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രത്യേക കൽപ്പന പ്രകാരം ജിബ്രീൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അതല്ല വേണ്ടത്, അവർക്ക് തൃപ്തികരമായ ഒരു മധ്യസ്ഥനെ വെച്ച് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. അങ്ങനെ ആ തീരുമാനമെടുക്കാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് തന്നെ ചോദിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മധ്യസ്ഥനാക്കാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾ പ്രത്യേകം പറഞ്ഞാൽ ഞങ്ങൾ അത് തീരുമാനിക്കാം എന്ന് പറഞ്ഞു റസൂലുള്ളാഹിക്ക് തീരുമാനിക്കാമായിരുന്നു. നോക്കണം, നിങ്ങൾ അവിടെ ഒരു ന്യായാധിപൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ നിഷ്പക്ഷമാവുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം അവർ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ ആ കാര്യം തീരുമാനിക്കാം, അത് സഅദ് ബിൻ മുആദ് എന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടത്തിലെ സ്വഹാബിയുണ്ട്, അവരുമായി ഞങ്ങൾക്ക് പ്രത്യേകമായ ചില ബന്ധങ്ങളുണ്ട്, അതുകൊണ്ട് ആ ബന്ധം പ്രകാരം ഞങ്ങളത് ചെയ്യാം, അദ്ദേഹം പറയുന്നത് കേൾക്കാം എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ മറ്റൊരു സഹാബി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു, നിങ്ങൾ അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ ഇറങ്ങേണ്ട, കാരണം അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹം അവസാനത്തെ നിങ്ങൾക്ക് നേരെ ചെയ്യാൻ വേണ്ടി പറയാൻ പോകുന്നത് ദഹബ് കൊന്നുകളയിലാണെന്ന് പറഞ്ഞു. ഇങ്ങനെ കാണിച്ചു, ദബ്ഹ ചെയ്യലാന്ന് പറഞ്ഞു. ദബ്ഹ ഇങ്ങനെ കഴുത്തിൽ നിന്ന് പിടിച്ചിങ്ങനെ കാണിക്കാൻ അറിയലോ, ആളെ കൊല്ലാനാ പറഞ്ഞു. ആ ഒരു പണി നടന്നിട്ട് പിന്നെ അദ്ദേഹത്തിന് തന്നെ തോന്നി, അല്ലോ ഞാൻ ചെയ്ത് വലിയൊരു തെറ്റായി പോയല്ലോ. അദ്ദേഹം നേരെ മദീന പള്ളിയിലേക്ക് ഓടി. മദീന പള്ളിയുടെ തൂണിൽ ആ ശരീരം ആ മഹാനായ മനുഷ്യൻ അങ്ങനെ ബന്ധിച്ചു. എന്നിട്ട് അദ്ദേഹം അവിടെ കിടന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി അള്ളാഹുവിന്റെ റസൂലിനോടും അള്ളാഹുവിനോടും ഞാൻ ചെയ്ത ചതിക്ക് വേറെ പരിഹാരമില്ല, എന്റെ റബ്ബിന്റെ പ്രത്യേകമായ തൗബ വരുന്നത് വരെ. എന്നിട്ട് ആ മനുഷ്യൻ അങ്ങനെ കിടന്ന് 7 ദിവസം ഭക്ഷണം കഴിക്കാതെ ഞാൻ മരിക്കണ വരെ ഇങ്ങനെ തന്നെ കിടക്കാന്ന് തീരുമാനിച്ചു. ആ നിരാഹാര സത്യാഗ്രഹത്തിന് ഒരു ഉദാഹരണം ഇട്ടത്, പക്ഷെ അത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ അത് ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തൗബയാണത്. അബൂലുബാബ മഹാനവറുകളാണ് അത് ചെയ്യുന്നത്. അങ്ങനെ കിടന്ന അവസാനം അതിൽ ബോധം കെട്ടു വീണു. അള്ളാഹു പ്രത്യേകമായി അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചു. പക്ഷെ എന്നിട്ടും സ്വന്തമായി, നബി അല്പം ദേഷ്യത്തിലായിരുന്നു, അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അബൂലുബാബ് ഒരു കാര്യം ചെയ്യട്ടെ, സ്വന്തമായിട്ട് വേണമെങ്കിൽ കെട്ടഴിച്ചു പോയിക്കോട്ടെ, ഞാൻ കെട്ടഴിക്കാനൊന്നും പോകില്ല എന്ന് പറഞ്ഞു. അത് കാരണം ഇസ്ലാമിക സമൂഹത്തിന് ഒരു തീരുമാനത്തിനെതിരായി വന്നതുകൊണ്ടാണ്. ഒരു തീരുമാനം റസൂലുള്ളാഹി പറയുമ്പോൾ ആ തീരുമാനത്തിനെതിരായി, അതാണല്ലോ ഒരു സമൂഹത്തിന്റെ നേതാവ് ഒരു കാര്യം പറയുമ്പോൾ ആ തീരുമാനത്തിനെതിരായി മറ്റൊരു വഴിയിലൂടെ ഒരു വർത്തമാനം പറയുന്നു. പക്ഷെ അദ്ദേഹത്തിനത് മനസ്സിലായി. എന്തായാലും കാരണം ഇവർക്കൊക്കെ ഈ ശത്രുക്കളുമായി ചില ബന്ധങ്ങൾ വേറൊരർത്ഥത്തിലുണ്ടായിരുന്നു. ഏതാണ്? കച്ചവട ബന്ധങ്ങളും മറ്റു കാര്യങ്ങളുമാണത്. ഇതുകൊണ്ടാണ് മറ്റൊരു സ്വഹാബി ഇതുപോലെ തന്നെ മറ്റൊരു കുടുക്കിൽപ്പെടുന്നുണ്ട്. പിന്നെ ബദരീങ്ങളിൽപ്പെട്ട ആളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം സൈനിക നീക്കങ്ങളെ കുറിച്ച് അദ്ദേഹം ഒരിക്കൽ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഒരു വിവരം കൊടുത്തു. ഹാത്തിബ് ബിൻ അബീ ബൽതാഅത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹാത്തിബ് ബിൻ അബീ ബൽതാഅത്ത് അത് ചെയ്തു എന്ന് റസൂലുള്ളാഹി അറിയുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബീ ത്വാലിബ് തങ്ങളോട് പറയുന്നു, ഒരു സ്ത്രീയുടെ കൈവശം ഒരു രഹസ്യം പോകുന്നുണ്ട്, വേഗം പോയി അത് വാങ്ങണം എന്ന്. അങ്ങനെ ഒരു തോട്ടം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ തോട്ടത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവരെ പിടികൂടണം. അവിടെ വെച്ച് അവരെ പിടികൂടിയിട്ട് പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പ്രകാരം ചോദിച്ചപ്പോൾ അവർ നിഷേധിച്ചു. സ്ത്രീകളുടെ ഒരു പ്രത്യേക സ്വഭാവമല്ല, വേഗം നുണ പറയും. അല്ല, നുണ വല്ലാണ്ട് പറഞ്ഞു. പക്ഷേ അവസാനം അലി ബിൻ അബീ ത്വാലിബ് പറഞ്ഞു, അള്ളാന്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞു, നിന്റെ കയ്യിൽ ആ സാധനമുണ്ട്, ഇനി അത് നീ തരില്ല എന്ന് വന്നാൽ നിന്നെ അങ്ങ് വിവസ്ത്രയാക്കും. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അതിലല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടാവില്ല. അവസാനം അവളുടെ മടിക്കുത്ത് എന്നും പറയുന്നുണ്ട് ഹദീസുകളിൽ, മുടിക്കുത്ത് എന്നും പറയുന്നുണ്ട്. ഏതായാലും ഒന്നെങ്കിൽ മടിക്കുത്തിന്നാവണം അല്ലെങ്കിൽ മുടിക്കുത്തിന്നാവണം. ആ കത്ത് എടുത്തു കൊടുത്തു. ആ കത്തിൽ മുസ്ലിങ്ങളുടെ സൈനിക നീക്കങ്ങളെ കുറിച്ച് കൊടുക്കപ്പെട്ട ഒരു രഹസ്യമായിരുന്നു അത് ഹാത്തിബ് ബിൻ അബീ ബൽതാഅത്ത് എന്ന് പറയുന്ന സ്വഹാബിയാണ് എഴുതിക്കൊടുത്തത്. അള്ളാഹുവിന്റെ റസൂല് ഹാത്തിബിനെ വിളിച്ചു. ഹാത്തിബിനോട് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, അല്ല ഹാത്തിബ് എന്തേ പറ്റിയത്? ഹാത്തിബ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, മറ്റെല്ലാവർക്കും മക്കയിൽ അവരവരുടേതായ ആളുകളുണ്ട്, പക്ഷെ എന്റെ മക്കൾക്ക് അവിടെ ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലാതെ വന്നപ്പോ ഒരു ചെറിയ ഒരു സിമ്പതി കിട്ടാൻ, ഒരു ചെറിയ ഒരു സഹതാപം,
ഒരു ചെറിയ അർത്ഥത്തിൽ എന്നോടും എന്റെ കുടുംബത്തോടും ഒരു സ്നേഹം മക്കയിലെ മുസ്ലിക്കീങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞു. റസൂൽ തൽക്കാലം അതങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞൊരു വർത്താനുണ്ട്. ഉമർ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, റസൂലെ ഇങ്ങോട്ട് വിട അയാളെ, ഞാനൊന്ന് ശരിയാക്കി കൊടുക്കാം, അയാളെ കഴുത്ത് ഞാനങ്ങ് വെട്ടും എന്ന് പറഞ്ഞു. അപ്പോഴാണ് റസൂല്ല പറഞ്ഞത്, എന്താ ഉമർ, ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ അറിയോ, ഇദ്ദേഹം അഹ്ലുൽ ബദറാണ്. അഹ്ലുൽ ബദറിനൊരു വലിയ പ്രത്യേകത ഉണ്ടല്ല, അഹ്ലുൽ ബദറിന്റെ മേൽ അള്ളാഹു ഇറങ്ങി വന്ന് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, നിങ്ങൾ എന്തും ചെയ്തോളൂ, ഇഫ്അലു മാ ശിഅ്തും ഖദ് ഗുഫിറ ലക്കും, നിങ്ങൾക്ക് മാപ്പ് നൽകപ്പെട്ടിരിക്കുന്നു, എന്തും ചെയ്തോളൂ എന്ന് പറയുന്ന വിധം അത്രയേറെ വലിപ്പമുണ്ട് അവർക്ക് എന്ന് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയും അതാ ഉണ്ടായത്. ഇദ്ദേഹം ഇത് ചെയ്തപ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനൊരു കാര്യം ചെയ്തപ്പോ നബിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അത് അങ്ങനെ അദ്ദേഹം ഈ മദീന പള്ളിയുടെ ഭിത്തിയിൽ അദ്ദേഹത്തിന്റെ ശരീരം ബന്ധിച്ചു. അങ്ങനെ ദിവസങ്ങൾ, ഒരാഴ്ച കാലം അങ്ങനെ കിടന്നു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. എന്നിട്ടും നബി വരാതെ അദ്ദേഹം ആ കെട്ടഴിക്കാൻ തയ്യാറായില്ല. അവസാനം ആളുകൾ കൂടി, എന്താ അബൂലുബാബ, ശരീരം ഇങ്ങനെ ക്ഷീണിച്ച് മരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവൂലേ എന്ന് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖിന്റെ കെട്ടഴിക്കാതെ ഞാൻ ഇതിന് മാറൂലാന്നായി. അങ്ങനെ ഹബീബ് വന്നു. ഹബീബ് അദ്ദേഹത്തിന്റെ കെട്ടഴിച്ചു വിട്ടു. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു കാര്യമുണ്ട്. ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ കിട്ടുന്ന കഠിനമായ തൗബയായിരുന്നു സഹാബാക്കളുടെ, കഠിനമായ തൗബയായിരുന്നു അവരുടെ. നമുക്ക് അതിനൊക്കെ പിന്നെ ഞാൻ ഇപ്പൊ എങ്ങനെയൊന്നും കാണിച്ചെന്നല്ലേ ഉള്ളൂ, ഇപ്പൊ എന്താ ഇപ്പത്തെ വലിയ സംഭവമാക്കാൻ മാത്രം എന്നല്ലേ, ഞാൻ ഇപ്പൊ ഇങ്ങനെയൊന്നും കാണിച്ചെന്നല്ലേ ഉള്ളൂ. പക്ഷെ അതൊരു വലിയ തെറ്റാണെന്ന് ആര് മനസ്സിലാക്കുന്നു? അബൂലുബാബ മനസ്സിലാക്കുന്നു. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ചതിച്ചു ഞാൻ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്റെ ഹബീബിനെ ചതിച്ചു. നേരെ പോയി മദീന പള്ളിയുടെ ഭിത്തിയിൽ അങ്ങ് കെട്ടി കിടന്നു അദ്ദേഹം. ആ ഭിത്തി ഇപ്പോഴും അതുപോലെ തന്നെ, ആ തൂൺ ഇപ്പോഴും അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അങ്ങനെ കിടന്ന് പശ്ചാത്തപിച്ചപ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ തൗബ സ്വീകരിച്ചു. അത് പറയാനാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ ഇത് കൊണ്ടുവന്നത്. സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വർ റസൂൽ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ചതിക്കരുത്. ഇതിൽ മാത്രം ഒതുങ്ങണമെന്ന് വിചാരിക്കരുത്. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഈ ഇസ്ലാമിക വിരുദ്ധവും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധവുമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ആലോചിക്കണം, ലാ തഖൂനുല്ലാഹ വർ റസൂൽ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ചതിക്കരുത്. ലെഗിനിട്ട് നടക്കുമ്പോ എന്നും ഇങ്ങനെ പറയണമെന്ന അവസ്ഥ ആലോചിക്കണ്ട. അത് എന്ന് തീരുമെന്ന് നിങ്ങൾ ഉറപ്പ് എനിക്ക് തരണ, അന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താം. ലെഗിനിട്ട് നടക്കുമ്പോ ലാ തഖൂനുല്ലാഹ വർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ചതിക്കരുത്. മുമ്പർക്ക് നിർത്താം. ലാ തഖൂനുല്ലാഹ വർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ചതിക്കരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് സ്ത്രീകളെയാണ്, അല്ലെ? സ്ത്രീകളെയാണ്. സ്ത്രീകളെ സ്നേഹിച്ചു റസൂൽ. അവൾക്ക് വേണ്ടി പറഞ്ഞു പുണ്യനബി, അവൾ ഒരു പളുങ്കുപാത്രം പോലെ നീ അത്രയേറെ ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൾക്ക് വേണ്ടി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവളുടെ ഉദ്ധാനത്തിന് വേണ്ടി ജീവിച്ചു അള്ളാഹുവിന്റെ റസൂൽ. എന്നിട്ട് നമ്മൾ ഇന്ന് പറയാണ്, ആധുനിക മുസ്ലിം പെൺകുട്ടി പറയാണ്, ഇസ്ലാം എന്നെ പ്രാകൃത ഭാവത്തിലേക്ക് കൊണ്ടുപോകാൻ, എന്നെ തളച്ചിടാൻ, എന്നെ ചങ്ങലക്കിടാൻ, എന്റെ മേൽ ഒരു പുതപ്പ് പുതപ്പിച്ച് എന്നെ ഇങ്ങനെ എന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ മുഴുവനും ചങ്ങലക്കിട്ട് പോകാൻ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആയിഷയുടെ സർഗാത്മകതയെ അറിയണം. ആയിഷ ബുദ്ധിമതിയായിരുന്നു, വീക്ഷണങ്ങളുള്ള പെണ്ണായിരുന്നു. ഇസ്ലാമിക ലോകത്തിന് ഏറെ വലിയ വൈജ്ഞാനിക സമ്പത്തിനെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ പെണ്ണ് സയ്യിദത്തുന ആയിഷയാണ് റളിയല്ലാഹു അൻഹ. കാരണം അഷ്റഫുൽ ഖൽഖിന്റെ പരിശുദ്ധ മേനിയിൽ പുതച്ചു കിടക്കാൻ കഴിഞ്ഞ പെണ്ണും ആയിഷയാണ്. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വന്ന ഓരോ സമയത്തെയും അവിടുത്തെ വചനങ്ങളും അതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ പരിശുദ്ധമായ വഹയും എഴുതപ്പെടാനും രേഖപ്പെടുത്തപ്പെടാനും അത് പറയാനും അത് വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും പ്രൗഢമായ ജ്ഞാനവും പ്രൗഢമായ ബുദ്ധിയും ഉണ്ടായിരുന്ന പെണ്ണാണ് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു. ആ സർഗാത്മകത അറബ് പെണ്ണുങ്ങൾക്ക് നിരന്തരം ഉണ്ടായ ഒന്നാണ്. അവരിങ്ങനെ ചിലപ്പോഴൊക്കെ പാട്ടുപാടണം കേട്ട രസല്ലേ. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് തങ്ങളാണ് പാടിയത്. ഈ സ്ത്രീകൾ വരുന്നത് കണ്ടപ്പോ പാടി, ഇന്ന നിസാ അല ശയാതീനു ഖുൽഖിന ലനാ നഊദു ബില്ലാഹി മിൻ ശർരി ശയാതീനി. ഈ പാട്ടൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വരല്ലേ. ഇന്ന നിസാ അല ശയാതീനു ഖുൽഖിന ലനാ. ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ശൈത്താന്മാരാണെന്നാണ് ഒരു പാട്ട്. നഊദു ബില്ലാഹി മിൻ ശർരി ശയാതീനി. അതുകൊണ്ട് ശൈത്താന്മാരുടെ ഷെറിൽ നിന്ന് പടച്ചോനെ നീ കാക്കണേന്നാണ് മൂപ്പര ദുആ. ഒറ്റയടിക്കൊരു പെണ്ണ് പാടി.
ഇന്നന്നിസാഅല റയാഹീനു ഖുലിഖിന ലക്കും. അപ്പ പോരാണ്, അതേ പ്രാസത്തിൽ, അതേ ഭാവത്തിൽ, അതേ താളത്തിൽ. ഇന്നന്നിസാഅല റയാഹീനു ഖുലിഖിന ലക്കും, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട റൈഹാൻ പുഷ്പങ്ങളാണ് സ്ത്രീകൾ. വകുല്ലുക്കും യസ്തഹി ശമ്മർ റയാഹീനി, ആരാ അത് ഒന്നും മണത്തുവൊക്കെ ആഗ്രഹിക്കാത്തത്? നിങ്ങൾ എന്നിട്ട് എന്തിനാ ഈ വലിയവർക്കാനം പറയണത്? അവരെ ആ കവിതയുടെ പ്രാസ നോക്കി നിങ്ങൾ പെട്ടെന്ന് എനിക്കാം. പെട്ടെന്ന് സ്ത്രീകളുടെ ഒരു വലിപ്പമായിരുന്നല്ലോ ഈ ഇമ്രുൽ കൈസിന്റെ മകളുടെ മുമ്പിൽ. ഇമ്രുൽ കൈസിന്റെ കൊലയാളി വന്നിട്ട് പറയാൻ, യബ്നത ഇമ്രുൽ കൈസ് ഇന്ന അബാക്കുമ. മൂത്ത മോക്ക് അത്രയൊന്നും മനസ്സിലായില്ല എന്താ പറഞ്ഞതെന്ന്. രണ്ടാമത്തെ മോള് മനസ്സിലാക്കി അത് വേറൊന്നുമല്ല, വാപ്പ അത്രേ പറയണ്ടുള്ളൂ, ബാക്കി ഇനി നമ്മൾ പൂരിപ്പിക്കാം. അതപ്പ തന്നെ പൂരിപ്പിച്ചു. സമസ്യാപൂരണം പോലെ. എന്താ? ഖത്തീലും ഖാത്തിലാനി ലദൈകുമാൻ, നിങ്ങളുടെ വാപ്പ കൊല്ലപ്പെട്ടു, വാപ്പയുടെ 2 കൊലയാളികളും ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അത് കൊലയാളികളുടെ കയ്യിലാണ്. വാപ്പ എന്ത് ചെയ്യണത്? എന്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ വസിയത്ത് മാത്രമേ ഉള്ളൂ, അതൊന്നും കൊണ്ടുപോയി കൊടുക്കണേ, ബാക്കി നിങ്ങൾ എന്താ ചെയ്തോഹാൻ പറഞ്ഞു. വാപ്പ ഒരൊറ്റ ചെറിയൊരു കുറിപ്പ്, ഇതാ എന്താ യബ്നത ഇമ്രുൽ കൈസ്, യബ്നത ഇമ്രുൽ കൈസ്, ഇമ്രുൽ കൈസിന്റെ 2 പെൺകുട്ടികളെ ഇന്ന അബാക്കുമാ, നിങ്ങളുടെ വാപ്പ, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. പക്ഷെ മോള് കിട്ടിയപാടെ പാടി ഖത്തീലും ഖാത്തിലാനി ലദൈകുമാണ്. ആ പ്രാസത്തിന്റെ സ്ഫൂരണാണിത്. ഖത്തീലുൻ കൊല്ലപ്പെട്ടു, ഖാത്തിലാനി കൊലയാളികൾ 2 പേര്, ലദൈകുമാ അതാ മുമ്പിലിക്കണം. അതാണ് അത്രയേറെ സമ്പുഷ്ടമായിരുന്ന സാഹിതീയ പ്രൗഢിയും പ്രബുദ്ധതയും ഒക്കെ ഉണ്ടായിരുന്നു അറബ് പെണ്ണുങ്ങൾക്ക്. അവരെ വളർത്തിയത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ കേവലം ഒരു ഉപഭോഗ വസ്തു എന്ന പോലെ, ഭോഗവസ്തു എന്ന പോലെ ഉപയോഗിച്ചിരുന്ന ഒരു കാലത്തിന്റെ ചിത്രത്തിൽ നിന്ന് അവരെ ലോകത്തിന്റെ പ്രൗഢമായ സംസ്കൃതിയുടെ ഒപ്പം നടക്കാൻ വലിപ്പമുണ്ടാക്കി കൊടുത്തത് മുഹമ്മദ് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പെൺകുട്ടികളെ, ഇവിടെ ലാ തഖൂനു, നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ വസ്ത്രത്തിൽ, അത് ആൺകുട്ടികളോടും പറയാ, ഈ ബർമുണയൊക്കെ മുകളിലേക്ക് ഇട്ടിട്ട് നടന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കൽപ്പനകളോടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ചതി കാണിക്കുന്നത്. ജീവിതത്തിൽ ഒരു സംസ്കാരമാണ് ചതിയില്ലാത്ത സംസ്കാരം. നമ്മൾ അള്ളാഹുവിനോട് കരാർ ചെയ്തു, സ്വാഭാവികമായി നാം അള്ളാഹുവിന്റെ കരാറിനെ പാലിക്കണം. നമ്മൾ ഒരാളോട് നടത്തിയ കരാറുകൾ അത് പാലിക്കണം. അമാനത്ത് അത് പ്രധാനമാണ്. അമാനത്ത് ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. വലിയൊരു രാഷ്ട്രീയ പ്രമേയമാണത്. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു പൊളിറ്റിക്കൽ തിസീസ് എന്ന് പറയാവുന്നതാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. നിങ്ങൾ നിങ്ങളുടെ പ്രജകളോട് അമാനത്ത്, അതായത് നിങ്ങൾ അവരോടുള്ള ആ വിശ്വാസവും കൂറും അത് നിരന്തരം നിലനിർത്തണമെന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എവിടെയെന്നറിയോ ഈ കൽപ്പന വന്നത്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ കഅബത്തു ശരീഫയുടെ പടവ് കയറി അവിടുന്ന് പിന്നെ ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന കാഫിറായ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ താക്കോല് കൊണ്ട് അത് തുറന്ന് അവിടൊക്കെ ശുദ്ധീകരിച്ച് തിരിച്ചു പോരുമ്പോ 2 മഹാന്മാരായ സ്വഹാബാക്കൾ, നബിക്ക് ഏറ്റവും അടുപ്പമുള്ള അലി ഇബ്നു അബീ താലിബും അതോടൊപ്പം തന്നെ മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബും, 2 മഹാന്മാർ 2 പേരും കൈനീട്ടി ചോദിക്കാൻ ഈ താക്കോൽ ഞങ്ങൾക്ക് തരണം എന്ന്. അപ്പോഴാണ് അള്ളാഹ് പറഞ്ഞത്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അതാ ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കൈ കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു, അയിന ഉസ്മാൻ ഇബ്നു ത്വൽഹ, എവിടെ ഉസ്മാൻ ഇബ്നു ത്വൽഹ? റസൂലുള്ളാഹിയുടെ വിളി കേട്ട് അയാൾ ഭയന്നു. കാരണം ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പാവം മനുഷ്യൻ, അയാളെങ്ങാനും ഇപ്പോ ഇസ്ലാമിന്റെ വിജയാനന്തരം മുഹമ്മദ് നബിയുടെ വിജയാനന്തരം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോ എന്തെങ്കിലും ശിക്ഷ തരാനാണോ വിളിക്കുന്നത്? അദ്ദേഹം അടുത്തു ചെന്നപ്പോ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, ഇത് താങ്കൾക്ക് തരണമെന്ന് റബ്ബ് കൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ താക്കോൽ താങ്കളുടെ കൈവശത്തിൽ നിന്ന് ആരെങ്കിലും തട്ടിപ്പറിക്കുമെങ്കിൽ അവൻ ഒരിക്കലും ഈ പക്ഷത്തുള്ളവനല്ല. ഫഹുവ ളാലിമുൻ ഖാലിദൻ എന്നാണ്. ഫഹുവ ളാലിമുൻ, അയാൾ അക്രമകാരിയാണ്. ഖാലിദൻ, ശാശ്വതമായ അക്രമകാരിയായിരിക്കും. അതുകൊണ്ട് ഇത് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കണമെന്ന് റബ്ബിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോ എന്തൊരു നീതിയാണ് എന്ന് ആലോചിച്ചു പോയി ഉസ്മാൻ ഇബ്നു ത്വൽഹ. അവിടെ നിന്ന് ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. നോക്കണേ ആ നീതി അതെന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ വിശദീകരിക്കാം. ഇവിടെ മെക്കയുടെ ക്ലാസും മറ്റു കാര്യങ്ങളൊക്കെ വരാനുള്ളത് കൊണ്ട് നമുക്ക് ഏതായാലും തൽക്കാലം ചുരുക്കേണ്ടി വരാൻ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ ചതിക്കാതിരിക്കുക. വതഖൂനു അമാനാതിക്കും,
ആണ്. അമാനത്തുകളോട് നിങ്ങൾ ചതി കാണിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ, നിങ്ങൾ ഇത് സത്യമാണെന്നറിയുമ്പോ, നിങ്ങൾ ഇതിന്റെ വസ്തുതകളെ അറിയുമ്പോ നിങ്ങൾ അതിനെതിരെ ചതി പ്രവർത്തിക്കരുത്. നിങ്ങളുടെ മനസ്സാക്ഷിയും ഒരു അമാനത്താണ്, അള്ളാഹു തന്ന ഒരു അമാനത്താണ്. നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങളൊന്ന് ചോദിക്കൂ, ഒരു സംഭവം ഉണ്ടാകുമ്പോ അത് തെറ്റോ ശരിയോ എന്ന് ആ മനസ്സാക്ഷി പറഞ്ഞുതരും. അതുകൊണ്ട് ആ പുണ്യനബി ഇസ്തഫ്തി നഫ്സക് എന്ന് പറഞ്ഞത്, നീ നിന്റെ സ്വന്തം മനസ്സാക്ഷിയോട് ഒരു ഫത്വ തേടണം. ഫത്വ തേടിയാൽ മനസ്സാക്ഷി പറയും ഇത് ശരിയല്ല എന്ന്. ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സാക്ഷിക്ക് പറയാൻ കഴിയും. അതെ, നിങ്ങളുടെ അമാനത്തുകളെ നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പിന്നെ ഒരുപാട് ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. വലിയ ഹദീസുകളുണ്ട്. അവസാന കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അമാനത്തൊന്നും ഇല്ലാണ്ടാവുന്ന. അതായത് അമാനത്ത് കൊടുത്തിട്ട് ഒരാൾക്കൊരു ഇന്നത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് ആ ഏൽപ്പിക്കപ്പെട്ട മനുഷ്യനത് കൃത്യമായി തിരിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഭൂമിയിൽ ഇല്ലാതെ പോകുന്ന ഒരു കാലം വരുമെന്ന് മുഹമ്മദ് നബി സുബ്ഹാനല്ലാഹ്. ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം വരും എന്നർത്ഥം. ആലോചിച്ച് നോക്കി, ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം വരും എന്നർത്ഥം. ഒരു അമാനത്തേൽപ്പിച്ചാൽ തിരിച്ചു കൊടുക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലം വരും എന്ന് സയ്യിദുനാ മുഹമ്മദുൻ. അള്ളാഹു ആ കാലത്തൊക്കെ നന്മയുടെ മാർഗത്തിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ കാലം ഇനി അവിടെ ഒന്നും ഇവിടെ ഒന്നും പറഞ്ഞു നിൽക്കണ്ട. ആ കാലം എന്താണ്? ഏതാണ്ട് ഈ കാലം തന്നെയാണ്. ആർക്കാ വിശ്വസിപ്പിച്ചിട്ട് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ളത്? അങ്ങനത്തെ ഒരു സമയത്തേക്ക് പോയി. മുഅ്മിനീങ്ങൾ, അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ, അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അത്രയേറെ ഭീകരമായ ഒരു കാലത്ത് നിന്ന് സത്യം പഠിക്കാനും നന്മ ആർജിക്കാനും ഖുർആൻ മനസ്സിലാക്കാനുമുള്ള ഈ ഇരിപ്പ് അള്ളാഹു സ്വർഗത്തിലും ഇരിക്കാൻ തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഇരുന്നതിന്റെ പേരിൽ നമ്മുടെ ജീവിതത്തെ അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. അള്ളാഹുവേ, ഇത് കേൾക്കുന്ന വിവിധ ഭാഗങ്ങളിലെ പ്രവാസ സഹോദരന്മാരുണ്ട് നാഥ. ഈ ഓൺലൈനിലൂടെയൊക്കെ അത് കേൾക്കാൻ അവരുടെ തിരക്കിലും അവരിയ്ക്കുന്നുണ്ട് നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ അനുഗ്രഹത്തിന്റെ വഴിയിൽ എത്തിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്കും അവർക്കും നീ ഞങ്ങളുടെ പാപങ്ങളെ പുറത്തു തരണേ റഹ്മാനെ. നാഥ, എല്ലാ സുരക്ഷയും ഭൂമിയിലും നാളെ നിന്റെ അടുക്കലും നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. സലാമത്തായ ഈമാനില്ലാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുതേ അല്ലാഹ്. നിന്നെ കാണാനുള്ള മോഹം കൊണ്ട് മരിക്കണേ റബ്ബേ. റബ്ബേ, നിന്നെ കാണാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ അല്ലാഹ്. നിന്നോടുള്ള പ്രേമം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. നിന്റെ ഹബീബോടുള്ള സ്നേഹം, അവിടത്തോടുള്ള പ്രേമം തരണേ തമ്പുരാനെ. അള്ളാഹുവേ, നിന്റെ ഹബീബിനെ സ്നേഹിച്ചവരുടെ, നിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. പരീക്ഷകളുടെ സമയമാണ്. ഞങ്ങളുടെ മക്കൾ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നാഥ. അവരുടെ എല്ലാ പരീക്ഷാ കാര്യങ്ങളും നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ നിന്ന് ഒരുപാട് പേർ പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തുകൊണ്ട് കത്തു തരുന്നു. അള്ളാഹുവേ നാഥ, നീ അവരുടെ ഒക്കെ കാര്യങ്ങളിൽ നീ വിജയം കൊടുക്കണേ തമ്പുരാനെ. എല്ലാവർക്കും, ആൺകുട്ടികളും പെൺകുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ മക്കളും നാഥ, എല്ലാവരുടെയും പരീക്ഷയിലും വിദ്യാഭ്യാസത്തിലും നീ വിജയം കൊടുക്കണേ തമ്പുരാനെ. അത് സമൂഹോപകാരപ്രദമാക്കണേ തമ്പുരാനെ. അതുവഴി ഞങ്ങൾക്കും നാളെയും നിന്റെ മുമ്പിലും വന്നാൽ അഭിമാനപൂർവ്വം നിൽക്കാൻ സാധ്യമാകുന്ന ഒരു വിദ്യാഭ്യാസം നീ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണേ റബ്ബേ. ദീനിന്റെ വിദ്യാഭ്യാസം നൽകാനും അതിൽ വിജയിക്കാനും തൗഫീഖ് തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ പരാജയപ്പെടുത്തരുതേ അല്ലാഹ്. രണ്ട് ലോകത്തും പരാജയപ്പെടുത്തരുതേ അല്ലാഹ്. അവരെ കൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുത്തരുതേ റഹ്മാനെ. അവരുടെ വൈകല്യങ്ങളും രോഗങ്ങളും നീ ശിഫാ ചെയ്യണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്കുള്ള രോഗങ്ങളെ നീ ശിഫാ ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, അതിൽ നീ ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ വേദനയോ ബുദ്ധിമുട്ടോ വരുത്താത്ത വിധം നാഥ രോഗങ്ങളൊക്കെയും നീ ശിഫാ ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, മെഡിക്കൽ സയൻസിന് പരിമിതിയുണ്ട് റബ്ബേ, നിനക്ക് പരിധിയില്ല റബ്ബേ. നിന്റെ ഷിഫായിന് പരിധിയില്ല റഹ്മാനെ. നാഥ, നീ ശിഫാ ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, രോഗികളായി വരുന്ന ഒരുപാട് സഹോദരന്മാർ, മഹാരോഗങ്ങൾ, അള്ളാഹുവേ, ഞങ്ങൾക്കെല്ലാം അതിൽ നിന്ന് കാവലും ആ രോഗങ്ങളിൽ നിന്നെല്ലാം ശിഫാവും തരണേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. അപകടങ്ങളിൽ മരിച്ചുപോയവർക്ക് നീ ഖബറുകളിൽ നീ ഷഹാദത്തിന്റെ കൂലി കൊടുക്കണേ റബ്ബേ. സ്വർഗത്തിലെ കുമാരന്മാരാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, അവരുടെ ഖബറുകളെ നീ സ്വർഗീയമാക്കണേ റഹ്മാനെ. തമ്പുരാനെ, ഞങ്ങളെയും ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നിന്റെ പ്രകൃതി പലപ്പോഴും വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങുന്നു തമ്പുരാനെ. അള്ളാഹുവേ, നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളെ മുത്തഖീങ്ങളായി ജീവിപ്പിച്ചു മരിപ്പിക്കണേ അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.